പ്രേംലാലെ, ഓസ്ട്രേലിയയിൽ ജൂതന്മാരെ വേട്ടയാടിയവർക്ക് IS ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. തോക്ക് നിയമം കർശനമാക്കുമെന്നും വാർത്തകൾ വരുന്നത്. എന്താണ് ഇതിന് പിന്നിലെ വസ്തുത? തുഫയിലെ കഴിഞ്ഞ ദിവസം സിഡ്നിയിലെ ബോണ്ടി എന്ന് പറയുന്ന കടൽ തീരത്താണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ അസ്വാഭാവികതയും അസാധാരണത്വവും ഉള്ളത് ഒരു പിതാവും മകനും ചേർന്നാണ് ഈ കൂട്ടക്കൊലപാതകം നടത്തിയത്. അപ്പൊ അതിൽ തന്നെയാണ് ഏറ്റവും വലിയ സംശയവും. കാര്യം ഇവർ രണ്ടുപേരും എന്താണ് ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ള സംശയം വലിയ രീതിയിൽ വന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ ഇവർ ഈ പ്രവൃത്തി ചെയ്തത് എന്ന തരത്തിൽ ചില സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംബന്ധിച്ചുള്ള ആധികാരികമായ തെളിവുകളോ വസ്തുതകളോ അന്വേഷണ സംഘം പുറത്തു വിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇവർ ഈ മതവിദ്വേഷം, മതവെറിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കൃത്യമാണ്. ഇവർ IS എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആശയധാര പിന്തുടരുന്ന രണ്ടുപേരാണ് എന്നുള്ളതാണ് ഇപ്പോ ഓസ്ട്രേലിയൻ പോലീസ് സ്ഥിരീകരിക്കുന്ന വിവരം. അപ്പൊ ഈ രണ്ടുപേർ, അതൊന്ന് സാജിദ് അക്രം എന്ന് പറയുന്ന 50 വയസ്സുകാരൻ. അയാള് പാകിസ്ഥാനിൽ നിന്ന് 98-ല് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഒരു സ്റ്റുഡന്റ് വിസയിൽ കുടിയേറിയ ആളാണ്. 2001-ല് അദ്ദേഹം അവിടെ വിവാഹം കഴിച്ച് അവിടെ സെറ്റിലായി. അതിനുശേഷമാണ് ഈ കൂട്ടക്കൊലപാതകത്തിൽ ഇദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിയായ മകൻ നവേദ് അക്രം ജനിക്കുന്നത്. അയാൾ ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. 24 വയസ്സേ ഉള്ളൂ. ഇവർ കഴിഞ്ഞ മാസം രണ്ടുപേരും കൂടി ഫിലിപ്പീൻസിൽ പര്യടനം നടത്തി എന്നുള്ള വിവരങ്ങൾ ഓസ്ട്രേലിയൻ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവരെ സംശയിക്കത്തക്ക തരത്തിലുള്ള യാതൊരു അതായത് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം രണ്ടുപേർക്കും ഇല്ല. അപ്പോ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊന്നും അന്വേഷണ പരിധിയിൽ ഇതുവരെ പെടാത്ത രണ്ടുപേരാണ്. യാതൊരുവിധ ക്രിമിനൽ റെക്കോർഡുകളും ഇല്ല. വളരെ ശാന്തമായി ജീവിച്ചിരുന്ന രണ്ടുപേർ പെടുന്നതിനെയാണ് ഇത്ര വലിയ ഹീനമായ ഒരു കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇതില് സാജിദ് അക്രം എന്ന് പറയുന്ന ഈ 50 വയസ്സുള്ള അയാൾ കൊല്ലപ്പെട്ടു. അപ്പൊ അയാൾക്ക് തോക്ക് ലൈസൻസ് ഉള്ള ആളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ തോക്ക് ലൈസൻസ് ഉള്ളവരെല്ലാരെയും തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കാറുള്ളതാണ്. അപ്പോ 2019-ൽ ഈ കുടുംബത്തെ ഒന്നാകെ ഈ രഹസ്യാന്വേഷണ വിഭാഗം ഒന്ന് ചോദ്യം ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ അസാധാരണമായി ഒന്നും തോന്നിയിട്ടില്ല. ഇവരെ സംബന്ധിച്ചുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം തീരെ ഇല്ലാത്തവർ എന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള പോലീസ് റെക്കോർഡുകളെല്ലാം തന്നെ. അപ്പൊ ഇതാണ് ഈ IS ബന്ധം, അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുന്നത്. അപ്പോ ഇതില് ഉൾപ്പെട്ടിരിക്കുന്ന ഈ നവേദ് അക്രം എന്ന് പറയുന്ന 24 വയസ്സുകാരൻ, അയാൾ ഓടിച്ചിരുന്ന വാഹനം ഈ സംഭവ സ്ഥലത്ത് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാറിൽ നിന്ന് ഒരു IED, ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, അതായത് സ്ഫോടനത്തിന് സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്ഫോടക വസ്തു ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2 IS പതാകകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഹോം മെയ്ഡ് ആണ്. അവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിർമ്മിച്ച തരത്തിലുള്ള 2 പതാകകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ നവേദ് അക്രം എന്ന് പറയുന്നയാള് ഒരു തൊഴിലാളിയാണ്, ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഈ നമ്മുടെ നടപ്പാതകളിൽ ടൈല് വിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അയാള് കഴിഞ്ഞ 4-5 മാസമായിട്ട് തൊഴിൽ രഹിതനാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഫാക്ടറി പൂട്ടിപ്പോയി. അപ്പൊ അങ്ങനെ തൊഴിൽ രഹിതനായ ഒരു പുത്രനും ഒരു പഴം കച്ചവടക്കാരനായ ഒരു പിതാവും ചേർന്നാണ് ഈ ഹീനമായ കൃത്യം നിർവഹിച്ചതെന്നാണ്. അപ്പൊ ഇവർ വന്നിട്ട് ഈ ബോണ്ടി കടപ്പുറത്ത് ആ സമയത്ത് ജൂതന്മാരുടെ ഒരു ആഘോഷ പരിപാടി നടക്കുക, 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് അവിടെ ഒത്തുകൂടിയവർക്ക് നേരെയാണ് ഇവർ വെടിയുതിർത്തത്. അതേസമയം ആ ബീച്ചില് അതൊരു പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പേർ ആ ബീച്ചിൽ അല്ലാതെയും വന്നിരുന്നു. അപ്പൊ അവര് ചിതറി ഓടുന്ന കാഴ്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഉന്നം വെച്ചത് ഈ പരമാവധി ആൾക്കാരെ കൊന്നൊടുക്കാനാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഈ തങ്ങളുടെ ഇരകളായവരുടെ പ്രായമോ അവരുടെ ശാരീരിക പ്രത്യേകതകളോ ഒന്നും തന്നെ ഇവർ നോക്കിയിട്ടില്ല. 10 മുതൽ 87 വയസ്സ് വരെ ഉള്ളവർ ഈ ആക്രമണത്തിന് ഇരകളായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 പേർ അതില് ഈ നമ്മുടെ ജൂതമത വിശ്വാസികളുടെ പ്രകാരമുള്ള റബ്ബികളാണ്. റബ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുരോഹിതന്മാരാണ് 2 പേർ. ഏതാണ്ട് 42ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ഇവിടെ ന്യൂ സൗത്ത് വെയിൽസ് ആ ഡിസ്ട്രിക്റ്റിന്റെ ഭരണാധികാരിയായിട്ടുള്ള ക്രിസ് മിൻസ്, ആ ന്യൂ സൗത്ത് വെയിൽസിൽ ഉൾപ്പെടുന്നതാണ് ഈ സിഡ്നിയും അതേപോലെ അവിടുത്തെ ഈ ബോണ്ടി എന്ന് പറയുന്ന കടൽ തീരവും. അപ്പൊ അവിടുത്തെ ഭരണാധികാരിയായ ക്രിസ് മിൻസ് ഇപ്പോൾ പോലീസിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ അക്രമകാരികൾ തോക്കുമേന്തി ഏതാണ്ട് 10 മിനിറ്റോളമാണ് സംഹാര താണ്ഡവം ആടിയത്. ആ സമയത്ത് പോലീസിന് ഫലപ്രദമായി ഇടപെടാൻ കഴിയാതിരുന്നത് കൊണ്ടാണ്
ഇത്ര വലിയ ആൾനാശം ഉണ്ടായത് എന്ന തരത്തിൽ ചില ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പോലീസിനെ ന്യായീകരിക്കുകയാണ്. പോലീസ് ഫലപ്രദമായി ഇടപെട്ടത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചത്. കാരണം ഈ രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ടായിരുന്നത് ലോങ് റേഞ്ച് ഉള്ള രണ്ട് വലിയ തോക്കുകളാണ്. പോലീസ് അവരെ നേരിട്ടത് കൈത്തോക്കുകൾ ഉപയോഗിച്ചാണ്. എന്നാൽ പോലീസ് നേരിട്ട് തന്നെയാണ് ഇതിൽ അക്രമികാരിയായ സാജിദ് അക്രമിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈ നവേദ് അക്രമത്തിനെ വെടിവെച്ച് കീഴ്പ്പെടുത്തിയതും പോലീസുകാർ തന്നെയാണ്. അയാൾ ഇപ്പോൾ ചികിത്സയിലാണ്, ജീവനോടെ ഉണ്ട്. ഈ സംഭവത്തിൽ രണ്ട് പോലീസുകാർക്കും വെടിയേറ്റിട്ടുണ്ട്. അവരുടെ നെഞ്ചിനാണ് വെടിയേറ്റിരിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചപ്പോഴല്ല വെടിയേറ്റത്, നേർക്ക് നേരുള്ള ഏറ്റുമുട്ടലിലാണ് ഇവർക്ക് പരിക്കേറ്റത് എന്നുള്ളതാണ് ഇവിടെ ക്രിസ് മിൻസ് വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഇവിടുത്തെ ഈ തോക്ക് നിയമങ്ങളൊക്കെ പരിഷ്കരിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ആക്രമണത്തിൽ പങ്കെടുത്ത സാജിദ് അക്രമിന് തോക്ക് ലൈസൻസ് ഉണ്ട്. അദ്ദേഹത്തിന് തോക്ക് കൈവശം വെക്കാനുള്ള അനുമതിയുള്ള ആളാണ്. അപ്പൊ ഇവിടെ നിയമം പരിഷ്കരിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ പൗരന്മാരല്ലാത്ത ഉള്ളവർക്ക് തോക്കുകൾ കൈവശം വെക്കാൻ തൽക്കാലം അധികാരം കൊടുക്കേണ്ടതില്ല എന്ന തരത്തിൽ നിയമം പരിഷ്കരിക്കാനാണ് ഉദ്ദേശമെന്ന് വാർത്തകൾ വരുന്നു. അതേസമയം ഒന്നിൽ കൂടുതൽ തോക്കുകൾ കൈവശം വെക്കാനായിട്ടുള്ള അനുമതി അതും വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ എടുക്കാനും ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പരിശോധനകളൊക്കെ കുറെ കൂടി കർക്കശമാക്കാനുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇതുവരെ നമ്മുടെ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഈ അക്രമകാരികളെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അഹമ്മദ് അൽ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി സംബന്ധിച്ച് ചില അവ്യക്തതകൾ വന്നിരുന്നു. അദ്ദേഹം ഒരു പഴക്കട ഉടമയാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ ആദ്യമേ വന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിഡ്നിയിലെ ഒരു പഴക്കട ഉടമയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആശംസാ പ്രവാഹവും അദ്ദേഹത്തിന് പാരിതോഷികങ്ങളൊക്കെ നിരവധി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ പിന്നീട് വ്യക്തത വന്നു, ഇത് ആള് മാറിപ്പോയി, പഴക്കട ഉടമയല്ല, ഇയാൾ അവിടെ ഒരു പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇയാൾ ഈ അക്രമിയെ നേരിടുന്നതിനിടയിൽ ഇയാൾക്കും വെടിയേറ്റിട്ടുണ്ട്. അപ്പൊ അയാളും ഇപ്പോ ചികിത്സയിലാണ്. അപ്പൊ ഇയാളെ ഇപ്പോ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് നമ്മുടെ ഓസ്ട്രേലിയയുടെ ദേശീയ ഹീറോ ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അയാൾ ഇടപെട്ടത് കൊണ്ടാണ്, സ്വന്തം ജീവൻ പണയം വെച്ച് ഇടപെട്ടത് കൊണ്ടാണ് കുറച്ചു പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനായത് എന്നുള്ള തരത്തിലൊരു വിലയിരുത്തൽ വരുന്നു. ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ 30 വർഷത്തിനിടെ നടന്ന ഏറ്റവും ഹീനമായ മനുഷ്യവേട്ടയാണ് ഇപ്പോൾ സിഡ്നിയിലെ ബോണ്ടി കടപ്പുറത്തുണ്ടായത്. 30 വർഷം മുമ്പ് ഇതേപോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസിൽ ഒരു തോക്കുധാരി 35 പേരെ വെടിവെച്ച് കൊന്ന ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ IS ഭീകരവാദ ആശയധാര പിന്തുടർന്നവർ, അതായത് ഇതര മതവിശ്വാസികളായിട്ടുള്ളവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ISന്റെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ IS പ്രചരിപ്പിക്കുന്ന ആശയം അതാണ്. ഇസ്ലാം മത വിശ്വാസികൾ അല്ലാത്തവരെ എല്ലാം കൊന്നൊടുക്കണം എന്ന തരത്തിലുള്ളവരാണ് IS പ്രചരണം നടത്തുന്നത്. സമാനമായ ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ന്യൂസിലാൻഡിൽ നടന്ന ഒരു ക്രിസ്ത്യൻ പള്ളി വെടിവെപ്പ്, ശ്രീലങ്കയിൽ നടന്ന സമാനമായ ബോംബ് സ്ഫോടന പരമ്പരകൾ, അപ്പൊ ഇതെല്ലാം തന്നെ ഈ ഇതര മതവിശ്വാസികളായിട്ടുള്ളവരെ കൊന്നൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോ സമീപകാലത്ത് പലസ്തീൻ ഇസ്രയേൽ സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ അതിന്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ കൂടിയാണ് ഈ ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഇപ്പൊ അമേരിക്കയിലും സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ സംഭവത്തിൽ ശക്തമായി അപലപിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ അനുശോചനവുമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു, നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി, അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൂടി ഓസ്ട്രേലിയക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഓസ്ട്രേലിയ നിലവിൽ സ്വതന്ത്ര പലസ്തീൻ, പരമാധികാര പലസ്തീൻ എന്ന് പറയുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഓസ്ട്രേലിയ. അപ്പൊ അവർ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ജൂതന്മാർക്കെതിരെയുള്ള വിദ്വേഷം അത് ഓസ്ട്രേലിയയിൽ വർദ്ധിപ്പിക്കാനേ സഹായിക്കും. അപ്പൊ അതിൽ ഓസ്ട്രേലിയ ഒരു പുനഃപരിശോധന നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ബെഞ്ചമിൻ നെതന്യാഹു ഈ അവസരത്തിൽ നൽകുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കുറ്റക്കാർ എന്ന രീതിയിലാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപ്പൊ ഇവരെ ഇതിന് പ്രേരിപ്പിച്ച മറ്റാരെങ്കിലും ഉണ്ടോ, ഇവർക്ക് ഇതിനു വേണ്ടി സഹായങ്ങൾ നൽകിയ മറ്റാരെങ്കിലും ഉണ്ടോ, ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാം വിശദമായ അന്വേഷണം നടക്കുന്നു. ഏതായാലും ഇന്നലെ വരെ വന്ന വാർത്തകൾ ഒരു പിതാവും പുത്രനും എന്തോ മാനസിക വിഭ്രാന്തി പിടിച്ചവരെ പോലെ നടത്തിയ നരനായാട്ട് എന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് അതിന് കുറച്ചുകൂടി വ്യക്തത വന്നു. അവർ IS ആശയധാര പിന്തുടർന്ന് ഇതര മത വിദ്വേഷം അതിന്റെ പേരില് നടത്തിയ നരനായാട്ടാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 10 മിനിറ്റ്